ഇന്നൊരു സൗഹൃദത്തിന്റെ കഥയാണ്. ഈ മുഖത്ത് 110ന്റെ ബൾബും കത്തിച്ച് വെച്ച് ഞാൻ പോക്കുന്നത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ആരെയോ കാണാനുള്ള പോക്കാണെന്ന്. അതെ, ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാനുള്ള പോക്കാണ്. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണോ. എത്ര തിരക്കുകൾക്കിടയിലും അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തും. പക്ഷേ അവൾ എനിക്ക് വേണ്ടിയിട്ട് കുറേ സമയം കണ്ടെത്തലുണ്ട് കേട്ടോ. എനിക്കാണ് എപ്പോഴും തിരക്ക് എന്ന് പറഞ്ഞ് ഞാനാണ് ടൈം കണ്ടെത്താത്തത്. എന്തായാലും ഇന്ന് ആ പരാതി ഒന്ന് പരിഹരിക്കാനായിട്ടുള്ള പോക്കാണേ ഇത്. ഇന്ന് അവളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പൊ നമുക്കൊരു കേക്കും കൂടി വാങ്ങിപ്പോയാലോ? എന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എന്റെ ആവിക്ക. അത് തന്നെയാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യവും. ഏതൊരു പെണ്ണിനും നമ്മളുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാൻ ഒരാളുണ്ടാകുക എന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാ പിന്നെ വിട്ടാലോ? ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ക്യാമറയിൽ എന്നെ എടുക്കരുത് എന്നുള്ള സ്പെഷ്യൽ ഓർഡർ ഉണ്ടായതുകൊണ്ട് തന്നെ പാത്തുമാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടായത്. എനിക്ക് കുറെ കഥകൾ പറയാനും അവളെ കഥകൾ കുറെ കേൾക്കാനും ഉണ്ടായതുകൊണ്ട് പാത്തു ആവിക്കാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്ന കുട്ടി പഠിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളെ കഥകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓള് ഉള്ളിവടയും ഉണ്ടാക്കിട്ടോ. പിന്നെ പാത്തുവിൻ്റെ കൂടെ കുറച്ച് കളിയായി. എന്തൊക്കെ പറഞ്ഞാലും ഹസ്ബൻഡ് നാട്ടിലുണ്ടായിട്ടും വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനാണ് ഓളെ യോഗം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ, വീഡിയോ കോളിലാണെങ്കിലും വിളിച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്ത് പറഞ്ഞു തീരാത്ത കഥകൾ ബാക്കി നിർത്തി ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.